ഹെവൻലി മെലഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഗീതം അത് ആത്മാവാണ്. ആത്മാവിന് ജീവൻ നൽകുന്നത് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്. ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ എനർജിയുള്ളൊരു അച്ഛനെ നമ്മൾ കാണാറുണ്ട്. അച്ഛൻ പാടുന്ന ഓരോ പാട്ടും അതിന് ഭയങ്കര ശക്തിയാണ്, പവറാണ്. അത് കേൾക്കുന്ന നമുക്ക് കിട്ടുന്ന എനർജി വളരെ വലുതാണ്. നമുക്കിന്നൊരു മനോഹരമായ ചങ്കാണ് ഗാനം ആരംഭിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് തുടങ്ങിയാലോ? ഓ ഓ ഓ ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്ന് തന്ന് എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. ചങ്കാണ് എൻ്റെ ചങ്കാണ്, ചങ്കാണ് എൻ്റെ ചങ്കാണ് എൻ്റെ യേശു. ചങ്കാണ് 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 എൻ്റെ ചങ്കാണ് എൻ്റെ യേശു. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേയവൻ താൻ. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേയവൻ താൻ. ചങ്കാണ് എൻ്റെ ചങ്കാണ്, ചങ്കാണ് എൻ്റെ ചങ്കാണ് എൻ്റെ യേശു. കണ്ണീരെല്ലാം അവൻ കൊപ്പിയിൽ ശേഖരിക്കും, കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടുമേ. കണ്ണീരെല്ലാം അവൻ കൊപ്പിയിൽ ശേഖരിക്കും, കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടുമേ. ചങ്കാണ് എൻ്റെ ചങ്കാണ്, ചങ്കാണ് എൻ്റെ ചങ്കാണ് എൻ്റെ യേശു. പാടിയിടും ഞാൻ എൻ്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിയിടും ഞാൻ അവൻ നന്മകളെന്നുമെന്നും. പാടിയിടും ഞാൻ എൻ്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിയിടും ഞാൻ അവൻ നന്മകളെന്നുമെന്നും. ഓ ഓ ഓ ഓ ചങ്കാണ് എൻ്റെ ചങ്കാണ് എൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. ചങ്കാണ് എൻ്റെ ചങ്കാണ്, ചങ്കാണ് എൻ്റെ ചങ്കാണ് എൻ്റെ 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 യേശു.
ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരിക്കുക ഇതിപ്പോൾ കേട്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള എനർജിയുള്ളൊരു പാട്ട് പാടിയ പ്രിയപ്പെട്ട ജിതിൻ വയലിങ്കൽ അച്ഛനാണ്. അച്ഛൻ തലശ്ശേരി രൂപതയിലെ ഒരു ഇടവകയിലെ വികാരിച്ചനാണ്. അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അച്ഛന് ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇറങ്ങിയ, യൂട്യൂബിലൂടെയൊക്കെ ഇറങ്ങിയ വളരെ മനോഹരമായ ഗാനങ്ങളുണ്ട്. കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. പ്രിയപ്പെട്ട ജിതിനച്ച ഹെവൻലി മെലഡീസിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ബിബിനച്ച. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങൾ? വിശേഷം സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അച്ഛാ ഒന്ന് പറയൂ അച്ഛാ, എവിടെയാണ് അച്ഛൻ്റെ വീടിനെ പറ്റി, അതുപോലെ ഇപ്പം ചെയ്യുന്ന മിനിസ്ട്രികളെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ജന്മദേശം കാസർഗോഡ് ജില്ലയിലെ കോളിച്ചാൽ പനത്തടി ഫൊറോന ഇടവാംഗമാണ്. ഞാൻ പഠിച്ചതൊക്കെ മാലക്കല്ല് സെൻറ്റ് മേരീസ് AUP സ്കൂളിൽ ആണ്. അതുപോലെ GHS ബളാന്തോട് ഹൈസ്കൂൾ പഠനം. അപ്പോൾ ഈ സെൻറ്റ് മേരീസ് AUP സ്കൂളിലെ ഒരു വാർഷികത്തിന് എൻ്റെ ബാച്ചുകാരനായ അച്ഛൻ, ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കഴിവുകളെ വളർത്താനായിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ബാച്ചുകാരുണ്ടാവുമല്ലോ. അച്ഛൻ്റെ പേരെന്താണ്? ഡിനോ കുമ്മാനിക്കാട്ട് അച്ഛനാണ്. അപ്പം അച്ഛൻ എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാട്ട് പാടി, കാനായിലെ കല്യാണ നാളിൽ. അപ്പോൾ ആ പാട്ട് പാടിയപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ശാന്തരായിട്ട് എല്ലാവരും ശാന്തമായി കേട്ടിരുന്നു. അതിനുശേഷം അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കില്ല. മറ്റാളുകളെല്ലാം പാടുന്നവരൊക്കെ ഹിന്ദി പാട്ടൊക്കെ പാടി അടിപൊളിയായി. അപ്പം ഞാൻ ഈ അച്ഛൻ ചങ്കാണെന്നുള്ള പാട്ടുണ്ട്, അതിലൊരു യോയൊക്കെ കൊടുത്ത് ഒരു ട്രിറൊക്കെ അടിച്ച് അപ്പം ഞാൻ പാടി കഴിഞ്ഞാൽ കുടിമാരൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു എൻ്റെ ചങ്കിട്ടെല്ലാം അടിക്കാൻ തുടങ്ങി. അവർ ചങ്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ചങ്കിലടിക്കാൻ തുടങ്ങി. പിന്നെ അവർ ഭയങ്കര ഡാൻസ്. അപ്പം എനിക്കതൊരു ഭയങ്കര സന്തോഷമായി. കാരണം ആളുകൾക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു വേദിയാക്കി അതിനെ മാറ്റാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ വന്നല്ലോ, അന്ന് സ്കൂളിൽ നടത്തിയല്ലോ. അതിനുശേഷം എനിക്ക് അയച്ചു തരിക, എല്ലാവരും അയച്ചു, അച്ഛൻ പാടിയിലൊക്കെ തകർത്ത് അടിപൊളിയായിട്ടൊരു അച്ഛൻ പാടിയിട്ടുണ്ട്, അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളി, നല്ല രസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, അത് ഒഫീഷ്യലായിട്ട് അച്ഛൻ നന്നായിട്ട് പാടി, സ്റ്റുഡിയോയിൽ പാടി. ഞാനത് പാടുമ്പം ഡാൻസ് ഇതൊക്കെ ഒരു കിതപ്പും പിന്നെ പിച്ചൗട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സംഗീത മേഖലയിൽ അങ്ങനെ അത് വരും, സംഗീതജ്ഞർ ചെയ്തവർക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ എനർജി അത് വളരെ റീച്ച് കിട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു കോമഡി ഉത്സവത്തിലേക്കൊക്കെ ക്ഷണം വന്നു അല്ലേ, ഫ്ലവേഴ്സ് ടിവിയുടെ. അവിടെ പോയിട്ടാണ് അച്ഛൻ തകർത്തത്, ആ ഫ്ലോർ അങ്ങോട്ട് തകർത്ത് മറിച്ചു അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ചങ്കാണന്റെ യേശു അച്ഛൻ അത് നൃത്തം ചെയ്തുകൊണ്ട് എനർജി ആയിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊക്കെ പാടുമ്പോഴും അവിടെ മഹത്വപ്പെടുന്നത് ചങ്കാണന്റെ യേശു, എൻ്റെ യേശുവിന്റെ നാമം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അച്ഛൻ പറഞ്ഞൊരു ഉള്ളിൻ്റെ ഉള്ളില് നമ്മൾ അങ്ങനെയൊക്കെ പാടുമ്പോൾ ആൾക്കാർക്ക് വേണ്ടിയാണ് പാടുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയോടുള്ള ഒരു സ്നേഹം മാത്രമായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. കുഞ്ഞുനാൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, എനിക്ക് അത്യാവശ്യം ഇങ്ങനെ പാടാം എന്നുള്ള നല്ലൊരു പാട്ടുകാരനായിട്ടുള്ള അച്ഛനാകണം. എന്നിട്ട് എൻ്റെ ഇടവപ്പള്ളിയിൽ വന്നിട്ട് അടിപൊളിയായിട്ട് പാടി ജനങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ബലിയർപ്പണവും ജനങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള രീതിയിൽ തിരുനാളുകൾ, നല്ലൊരു തിരുനാൾ കുർബാന. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു അച്ഛനാകാൻ തീരുമാനിക്കാൻ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ അച്ഛൻ്റെ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടത് ഇടയനാഥം, ആ കോവിഡിൻ്റെ സമയത്തായിരുന്നു. അത് വളരെ ഹൃദ്യമായിരുന്നു. അതിൻ്റെ വരികളും അതുപോലെ സംഗീതവും, പ്രത്യേകിച്ച് അത് നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടും സങ്കടമൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഏറെ പേർക്ക് ആശ്വാസവും സൗഖ്യം നൽകിയ ഒരു ഗാനം തന്നെയാണ്. അത് ആ ഗാനത്തെ പറ്റി ഒന്ന് പറഞ്ഞ് നമുക്ക് അന്ന് ആ ഗാനം അടുത്ത് തന്നെ ഒന്ന് കേട്ടാലോ അല്ലേ? തീർച്ചയായിട്ടും. മാത്യു ആശാരിപ്പറമ്പിലച്ഛനാണ്. അച്ഛൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, വളരെ ഹൃദയസ്പർശി. എൻ ജീവിതമതം ഈ വര കൊമ്പിൽ എന്നുള്ള പാട്ടൊക്കെ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഗാനമാണല്ലേ? അതെ, ലിറിക്സ് അച്ഛൻ്റെ ആണ്. അപ്പം അച്ഛൻ കുറേ നാൾ കൂടിയാണ് ഈ കോവിഡ് കാലത്ത് ഈ ദൂരെ ഇടവപ്പള്ളി. അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ എപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ കണ്ടിട്ടാണ് വരികൾ എഴുതുന്നത്. അതുകൊണ്ട് അച്ഛൻ നമ്മുടെ രൂപതയിൽ തന്നെ, തലശ്ശേരി അതിരൂപതയിൽ ഉണ്ട്, കണ്ണൂർ ടൗൺ പള്ളിയിലെ വികാരച്ചനാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതി എന്നോട് പറഞ്ഞു, നീ അത് ചെയ്യണം, കമ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ നാൾ കൂടി ചെയ്യുന്നതാണ്, എന്തായാലും ഈ മേഖലയിലേക്ക് വന്നേക്കാം. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിതുമ്പലുണ്ട്, ഇങ്ങനെ ചെയ്യാം. അച്ഛൻ്റെ പാട്ടാണ് അല്ലേ? അതെ, ഒഫീഷ്യലായിട്ട് പാട്ടാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ട് പാട്ടൊക്കെ ട്യൂൺ ചെയ്ത് അച്ഛനെ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ CMIയിലെ ജോഷി ചെറുപറമ്പിൽ അച്ഛൻ വന്നത്. അച്ഛൻ CMI സഭയുടെ വൊക്കേഷൻ കോർഡിനേറ്ററായിട്ട് ഏറെ വർഷങ്ങൾ സേവനം ചെയ്ത അച്ഛനാണ് ജോഷി. മിഷനിലേക്ക് തിരിച്ചു പോയി കേട്ടോ. അതെ, ജോഷി അച്ഛനെ നന്ദിയോടെ സ്മരിക്കുന്നു. ജോഷി അച്ഛൻ എൻ്റെ ഗോസ്പൽ ട്രീ ക്രിയേഷൻസ്, അത് ഒരുപാട് നല്ല ഗാനങ്ങൾ ഇറക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിൽ അച്ഛൻ പറഞ്ഞു, ഈ പാട്ട് കേട്ടു, അച്ഛന് ഇഷ്ടപ്പെട്ടു, നമുക്കിത് ഇറക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ തന്നെ വീഡിയോ വളരെ മനോഹരമായിട്ട് നമ്മുടെ അമല മീഡിയ വഴി കൊണ്ട് എടുപ്പിച്ച് എന്നെ കൊണ്ട്, അച്ഛൻ വേറെ പൈസ കൂടുതൽ ഇറക്കാനില്ല, കെസ്റ്ററിനെ കൊണ്ട് പാടിപ്പിക്കാനായിരുന്നു ആഗ്രഹം.
പക്ഷേ അന്ന് സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സില്ലാത്തതുകൊണ്ട് അന്ന് നമ്മൾ തന്നെ അത് പാടേണ്ടി വന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ജോഷിച്ചനാണ് ഇതിൻ്റെ ഒരു ജീവൻ വെപ്പിച്ച് ഇതിനെ പുറത്തിറക്കിയത്. നമുക്ക് അന്ന് അങ്ങനെയാണെങ്കിൽ ആ ഗാനം ഒന്ന് കേട്ടാലോ? ഇടവക പള്ളി തെളിയുന്നു, ഓർമ്മയിൽ മെഴുതിരികൾ തെളിയുന്നു. ദൂരെ ദൂരെ ഇടവക പള്ളി തെളിയുന്നു, അൾത്താര ഓർമ്മകൾ വീണ്ടും നിറയുന്നു. നിനവും കനവും കാസയിൽ ചേർത്തൊരു നിർമ്മല ബലി വീണ്ടും സന്നിധി കൊതിച്ചിരുന്നു. എൻ മനം ഒത്തിരി കൊതിച്ചിടുന്നു. ദൂരെ ദൂരെ ഇടവക പള്ളി തെളിയുന്നു, ഓർമ്മയിൽ മെഴുതിരികൾ തെളിയുന്നു. പാപവും ഭാരവും മനസ്സിൽ നിറയുമ്പോൾ കുമ്പസാരക്കൂടണയാൻ കൊതിക്കുമ്പോൾ, പാപവും ഭാരവും മനസ്സിൽ നിറയുമ്പോൾ കരുണയും കരുതലും കാസയിൽ നിറയും. എല്ലാമേറ്റൊന്നു പറയുമ്പോൾ എല്ലാം മറന്നൊന്നു മായ്ക്കുവാൻ കരുണാർദ്ര വാക്കുകൾ വീണ്ടും ഉയരട്ടെ. ദൂരെ ഇടവക പള്ളി തെളിയുന്നു, അൾത്താര ഓർമ്മകൾ വീണ്ടും നിറയുന്നു. പുലരിയിൽ പൂവുമായി അമ്മ തന്നരികെ അരുമയായി പകരുമെൻ പ്രാർത്ഥനാമൊഴികൾ. പുലരിയിൽ പൂവുമായി അമ്മ തന്നരികെ നന്ദി തന്നവനാളുകൾ എന്നു ചൊല്ലും ഞാൻ. ഇടയനാദം കേൾക്കുവാൻ ഇടയപാദം പുൽകുവാൻ കൊതിച്ചിടുന്നു, എന്നും കൊതിച്ചിടുന്നു. ദൂരെ ഇടവക പള്ളി തെളിയുന്നു, ഓർമ്മയിൽ മെഴുതിരികൾ തെളിയുന്നു. ദൂരെ ദൂരെ ഇടവക പള്ളി തെളിയുന്നു, അൾത്താര ഓർമ്മകൾ വീണ്ടും നിറയുന്നു.
ദിനവും കനവും കാസയിൽ ചേർത്തൊരു നിർമ്മല ബലി വീണ്ടും സന്നിധി കൊതിച്ചിടുന്നു. എൻ മനം ഒത്തിരി കൊതിച്ചിരുന്നു. ദൂരെ ഇടവക പള്ളി തെളിയുന്നു. ഓർമ്മയിൽ മെഴുതിരികൾ തെളിയുന്നു. ദൂരെ ദൂരെ ഇടവക പള്ളി തെളിയുന്നു. ജിതിനിച്ച പറയാതിരിക്കാൻ വയ്യ, വളരെ വളരെ മനോഹരമായിരിക്കുന്നു. താങ്ക് യു. ഞാൻ ഈ ഗാനം ഇത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ മൊബൈലിലുള്ള ഗാനമാണ്. പലപ്പോഴും ഇത് കേൾക്കുന്ന ഒരു ഗാനമാണ്. അതിപ്പോൾ നേരിട്ട് ജിതിനച്ചൻ ആലപിച്ച് കേട്ടപ്പോൾ കിട്ടിയ ഒരു സന്തോഷം വളരെ വലുതാണ്. നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇടവപ്പള്ളിയും കുമ്പസാരക്കൂടും കുർബാനയൊക്കെ അകന്നു പോയപ്പോൾ ശരിക്കും ആശ്വാസമായതാണ്. അപ്പം ഞാനടക്കം ഒത്തിരി പേർക്ക് ആശ്വാസമായ ഒരു ഗാനമാണ്. അച്ഛൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഒരു അടുത്തൊരു ഗാനം, മനോഹരമായ ഒരു ഗാനം നമുക്ക് തീർച്ചയായിട്ടും. ഈ ഗാനം ഒരു സിസ്റ്റർ എഴുതിയതാണ്. സിസ്റ്റർ ഒരു സംഗീതം പഠിച്ച ആളാണ്. സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം സിസ്റ്ററിന് തൊണ്ടയിലൊരു ക്യാൻസർ വരികയും പിന്നെ പാടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി, ശബ്ദം ഇല്ലാതെയായി. പക്ഷേ സംഗീതത്തോടുള്ള സിസ്റ്ററിൻ്റെ വലിയ ആ ഒരു സ്നേഹം, അതുപോലെ പാടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. എങ്കിലും സിസ്റ്റർ വരികൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പാട്ടുകളിങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും നമ്മളെ വിളിക്കില്ല. അങ്ങനെ സിസ്റ്റർ എഴുതിയ ഒരു പാട്ടാണ് ഇപ്പോൾ പാടുന്നത്. സിസ്റ്റർ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്, ശബ്ദമൊന്നും ഇല്ല. അപ്പോൾ സിസ്റ്ററിനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിക്കാം. ആശ്വാസത്തേൻ മഴയായി ദിവ്യകാരുണ്യം, അകതാരിൽ സാന്ത്വനമായി ദിവ്യ ചൈതന്യം, ഹൃത്തിൽ അമൃതായി പെയ്തിറങ്ങും നിലാവ് പോലെ ശാന്തിയേകുന്ന ദൈവസ്നേഹം. ആശ്വാസത്തേൻ മഴയാ ദിവ്യകാരുണ്യം, അകതാരിൽ സാന്ത്വനമായി ദിവ്യ ചൈതന്യം, തിരുവോസ്തിരൂപ നിറഞ്ഞിടുകെന്നിൽ ദിവ്യകാരുണ്യ പ്രഭ തൂക്കിടൂ. തിരുവോസ്തിരൂപ നിറഞ്ഞിടുകെന്നിൽ ദിവ്യകാരുണ്യ പ്രഭ തൂക്കിടൂ. എൻ മാനസത്തിൻ കോവിലിൽ വിളങ്ങിടുന്നു ഓസ്തിയ. എൻ മാനസത്തിൻ കോവിലിൽ വിളങ്ങിടുന്നു ഓസ്തിയ. അതേ തിരുവോസ്തിയിൽ ശുദ്ധി ചെയ്തന്നെ ദൈവ പൈതലായി മാറ്റിടുന്നു.
അതേ തിരുവോസ്തിയിൽ ശുദ്ധി ചെയ്തെന്നെ ദൈവ പൈതലായി മാറ്റിടുന്നു. തിരുവോസ്തിരൂപ നിറഞ്ഞിടുകെന്നിൽ ദിവ്യകാരുണ്യ പ്രഭ തൂക്കിടൂ. തിരുവോസ്തിരൂപ നിറഞ്ഞിടുകെന്നിൽ ദിവ്യകാരുണ്യ പ്രഭ തൂക്കിടൂ. വാതിൽ തുറന്നിടാം ഞാൻ രാജാതിരാജനായി വാണിടുവാൻ. ഉൾത്താരിൻ വാതിൽ തുറന്നിടാം ഞാൻ രാജാതിരാജനായി വാണിടുവാൻ. എൻ പാപജീവിതം ശുദ്ധീകരിച്ച് സ്വർഗീയാനന്ദം പുൽകിടുവാൻ. എൻ പാപജീവിതം ശുദ്ധീകരിച്ച് സ്വർഗീയാനന്ദം പുൽകിടുവാൻ. ആശ്വാസത്തേൻ മഴയായി ദിവ്യകാരുണ്യം അകതാരിൽ സാന്ത്വനമായി ദിവ്യ ചൈതന്യം ഹൃത്തിൽ അമൃതായി പെയ്തിറങ്ങും നിലാവ് പോലെ ശാന്തിയേകുന്ന ദൈവസ്നേഹം. ആശ്വാസത്തേൻ മഴയായി ദിവ്യകാരുണ്യം അകതാരിൽ സാന്ത്വനമായി ദിവ്യ ചൈതന്യം. തിരുവോസ്തിരൂപ നിറഞ്ഞിടുകെന്നിൽ ദിവ്യകാരുണ്യ പ്രഭ തൂക്കിടൂ. തിരുവോസ്തിരൂപ നിറഞ്ഞിടുകെന്നിൽ ദിവ്യകാരുണ്യ പ്രഭ തൂക്കിടൂ. ജിതിനച്ച മനോഹരം. താങ്ക് യു. എന്താ പറയാ, ഹൃദ്യം എന്ന് പറയാം. ആശ്വാസത്തേൻ മഴയ ആ സിസ്റ്ററിന്റെ വരികൾ അതിനൊത്ത രീതിയിൽ തന്നെ കേട്ടോ. ആദ്യത്തെ വരി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ പാട്ട് അത്ര റീച്ച് ആയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? കാരണം ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് പാടാൻ പറ്റുന്ന മനോഹരമായ ഒരു ഗാനമാണ് ആശ്വാസത്തേൻ മഴ. ആദ്യത്തെ വരിയിൽ തന്നെ ആ വരികൾക്കൊപ്പമുള്ള സംഗീതം ബഹുമാനപ്പെട്ട അച്ഛന് കൊടുക്കാൻ പറ്റി അല്ലേ? ബഹുമാനപ്പെട്ട സിസ്റ്ററിന് പൂർണ്ണ സൗഖ്യത്തിന് ഗാനമായി തീരട്ടെ. അതുമാത്രമല്ല, ഈ സിസ്റ്ററിൻ്റെ വരികൾ എനിക്ക് ഉറപ്പുണ്ട് ഏറെ പേർക്ക് ആശ്വാസവും സൗഖ്യവുമായി തീരുന്നുണ്ട്. അച്ഛാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗാനത്തിലേക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ അച്ഛാ? ശരി. ഈ ഗാനം നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് വൈദികർ മരിച്ചുപോയി. അപ്പോൾ ആ വൈദികർ മരിച്ചു പോയപ്പോൾ ഭയങ്കര സങ്കടമാണ്. നമുക്ക് ഓരോരുത്തർക്കും വലിയ സങ്കടമായിരുന്നു. അപ്പം CST സഭാംഗമായിട്ടുള്ള ഫാദർ ബിബിൻ മുക്കടയ്ക്കൽ ഇതിന് പറ്റിയൊരു എൻ പ്രിയ വൈദിക എന്ന് പറഞ്ഞിട്ട് നല്ലൊരു വരികൾ രചിക്കുകയുണ്ടായി. അപ്പം അതിന് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ എപ്പോഴൊരു ഒരു ദുഃഖപൂർണമായിട്ടുള്ളൊരവസ്ഥയിൽ അതിനൊരു സംഗീതം കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ വൈദികർക്ക് വേണ്ടി തന്നെ മറ്റാർക്കും ഇല്ലാത്ത ഒരു ഗാനം ചെയ്യാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ലിബിൻ സ്കറിയ പാടിയ ഈ ഗാനം നമുക്ക് ഒന്ന് കേൾക്കാം.
വൈദിക നിങ്ങൾ തൻ ജീവിത ബലി പൂർത്തിയാക്കി പോവുകയാണോ എൻ പ്രിയ വൈദിക നിങ്ങൾ തൻ ജീവിത ബലി പൂർത്തിയാക്കി ഈ ലോക ജീവിതം ധന്യമാക്കി നാഥന്റെ ചാരേ എത്തിയിടുവാൻ പോവുകയാണോ എൻ പ്രിയ വൈദിക? ചുംബിച്ചു തീരാത്ത ഈ ബലിവേദി ഓർമ്മയാക്കി തിരുവേദിയാക്കി. ചുംബിച്ചു തീരാത്ത ഈ ബലിവേദി ഓർമ്മയാക്കി തിരുവേദിയാക്കി. ദൈവപിതാവിൻ സവിധേയണയാൻ സ്വർഗീയ ബലിയിൽ പങ്കുചേരാൻ. ദൈവപിതാവിൻ സവിധേയണയാൻ സ്വർഗീയ ബലിയിൽ പങ്കുചേരാൻ പോവുകയാണോ എൻ പ്രിയ വൈദിക? ഇനിയും ഏകുമോ ഞങ്ങൾക്കായി നിങ്ങൾ തൻ പ്രാർത്ഥനാശീർവാദം? ഇനിയും ഏകുമോ ഞങ്ങൾക്കായി നിങ്ങൾ തൻ പ്രാർത്ഥനാശീർവാദം? അവസാന യാത്രയിൽ അനുഗമിക്കുന്നോർക്കായേകുന്നു സ്നേഹത്തിൻ ദിവ്യാർപ്പണം. അവസാന യാത്രയിൽ അനുഗമിക്കുന്നോർക്കായേകുന്നു സ്നേഹത്തിൻ ദിവ്യാർപ്പണം. പോവുകയാടോ എൻ പ്രിയ വൈദിക? പോവുകയാണോ എൻ പ്രിയ വൈദിക നിങ്ങൾ തൻ ജീവിത ബലി പൂർത്തിയാക്കി പോവുകയാണോ എൻ പ്രിയ വൈദിക നിങ്ങൾ തൻ ജീവിത ബലി പൂർത്തിയാക്കി ഈ ലോക ജീവിതം ധന്യമാക്കി നാഥന്റെ ചാരേ എത്തിയിടുവാൻ പോവുകയാണോ എൻ പ്രിയ വൈദിക? ജിദ്രിച്ച ഹൃദയത്തിലൊരു നൊമ്പരം നൽകുന്ന വളരെ സുന്ദരമായ ഗാനം. താങ്ക് യു അച്ഛാ. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ഈ മൃതസംസ്കാര കർമ്മം ഞാൻ ഈ സമയത്ത് ഓർത്തുപോയതാണ്. അതെ, അത് വളരെ ഒരു ഹൃദ്യമായൊരു രംഗമുണ്ട്. അതായത് അച്ഛന്മാരെല്ലാവരും കൂടി അച്ഛൻ്റെ മൃതദേഹം എടുത്തിട്ട് ഇങ്ങനെ ബലിപീഠം ചുംബിപ്പിക്കുന്നു. അതിനുശേഷം പ്രധാന വാതിലുകൾ, ദേവാലയത്തിൻ്റെ വാതിലുകൾ ചുംബിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ബലിപീഠമൊക്കെ ഇങ്ങനെ അച്ഛന്മാരെടുത്തുകൊണ്ട് അത് കണ്ണ് നനയാതെ ആ രംഗം നമുക്ക് വീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വരികളിലൂടെ പോയപ്പോൾ
നമ്മളും അല്ല, മരണചിന്ത എന്നും നല്ലതാ. അതെ. കൂടുതൽ വിശുദ്ധിയിൽ നമ്മൾ നയിക്കാനായിട്ട്. ഞാൻ എൻ്റെ മരണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു പോയതാ. അതിൽ ആ ഒരു വരി വളരെ ഹൃദ്യമാണ്. ചുംബിച്ച് കൊതി തീരാത്ത ചുംബിച്ച് തീരാത്ത ഈ ബലിവേദി. അത് വളരെ വരികൾ എഴുതിയ ബഹുമാനപ്പെട്ട ബിബിൻ CST അച്ഛൻ അല്ലേ? അച്ഛനും വളരെ മനോഹരമായിട്ട് അച്ഛൻ അത് സംഗീതം നൽകി. ഇപ്പം വളരെ ഹൃദയസ്പർശിയായിട്ട് ആലപിച്ചു. നമ്മുടെ ഈ എപ്പിസോഡ് ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. കാരണം എനിക്കത് പറയാതിരിക്കാം. ശരിക്കും ഈ ഒരു എപ്പിസോഡിൽ തുടക്കം വളരെ എനർജിയായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. പക്ഷെ അവസാനം നമ്മൾ ആ ഒരു വളരെ നമ്മുടെ ഹൃദയത്തിലൊരു മുറിവ്, ഒരു നോവ് നൽകി, വളരെ സുന്ദരമായ ഒരു മരണചിന്ത നൽകിയാണ് ഈ എപ്പിസോഡ് തീരുക. എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഉറപ്പാണ്. പുതിയ എപ്പിസോഡിലേക്ക് പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നന്ദി. ചങ്കാണ് എൻ്റെ ചങ്കാണ്, ചങ്കാണ് എൻ്റെ ചങ്കാണ് എൻ്റെ യേശു, ചങ്കാണ് 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 എൻ്റെ ചങ്കാണ് എൻ്റെ യേശു. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേയവൻ താൻ. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേയവൻ താൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തുടർന്നും ഇത്തരം അനുഗ്രഹപ്രദമായ പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.